ദുരന്തബാധിത മേഖലയിലും സമൂഹത്തോടും ഇടപഴകുമ്പോൾ അവിടെ രാഷ്ട്രീയം പറ്റില്ല. അവിടെ എല്ലാവരെയും ചേർത്ത് നിർത്തണം. ആ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കുഴിയെടുത്ത്, കിരൺ ആലോചിച്ചോളൂ, ഒരു കുഴിയെടുത്ത് ആ കുഴിയിൽ 3-4 പാക്കറ്റുകൾ മാത്രം വെക്കുകയാണ്. ആ പാക്കറ്റുകൾ ആരുടെയൊക്കെയോ ആണ്, ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതിന് മറമാടുക. ആ മറമാടിയതിൻ്റെ പിന്നെ അവസാനം ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണം. അച്ഛനാണ്, അമ്മയാണ്, മകനാണ്, മകളാണ്. ആ കുഴിമാടത്തിൻ്റെ മേലെ വന്ന് പൊട്ടിക്കരയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ സ്ഥലത്ത് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ ബോധവും പക്വതയും ഉണ്ടാവണം. അവിടെ ഇത്രയും ആക്ഷേപത്തിൻ്റെ കൂക്കുവിളിക്ക് വിധേയനായിട്ടും ഒരക്ഷരം പോലും എൻ്റെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായി വരാതിരുന്നതിൻ്റെ കാരണം എനിക്ക് പറയാനറിയാം നന്നായിട്ട്. ചെയ്യാത്ത കാര്യങ്ങൾ പറയാം, മറ്റു കാര്യങ്ങൾ പറയാം, ഒക്കെ പറയാം. പറയാതിരുന്നത് ആ മണ്ണായതുകൊണ്ട്. അതിൻ്റെ വേദനയും അതിൻ്റെ അനുഭവവും അത്ര കൂടുതലാണ്. ഞാൻ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷന് പോയ MLA ആണ്. പുറത്തു വല്ലാതെ ആർക്കും അറിയില്ല. എൻ്റെ ബ്രദർ ഡോക്ടറാണല്ലോ. ഞാൻ 13 കിലോ വെയിറ്റ് കുറഞ്ഞൊരു ജനപ്രതിനിധി. അത് ദുരന്തം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സൈക്കോളജിക്കൽ സപ്പോർട്ടിന് ഞാൻ പെട്ടെന്ന് കരഞ്ഞു. വേദന പറയുമ്പോൾ പെട്ടെന്ന് കരയും. അങ്ങനെയൊക്കെയായിരുന്നു. സൈക്കോളജിക്കൽ സപ്പോർട്ടിന് ഇൻ്റർവെൻഷന് പോയാളാണ് ഞാൻ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അത്. രാഷ്ട്രീയം കളിക്കാനുള്ള സ്ഥലമല്ല, ഇനിയും രാഷ്ട്രീയം കളിക്കാനുള്ള സ്ഥലമല്ല. ആ മണ്ണ് കൃത്യമായി എല്ലാവരെയും ചേർത്ത് നിർത്തി. അതിൽ സർക്കാർ, അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, ദുരന്തബാധിതർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കേണ്ട ഒരു മണ്ണാണ്. ആ മണ്ണിൽ വ്യത്യസ്തമായ അതിനൊരു എലക്ഷൻ ലോഞ്ചിങ് പ്രോഗ്രാമാക്കി ഇവർ മാറ്റി. അതാണ് ഇവർക്ക് പറ്റിയ ആദ്യത്തെ പാളിച്ച. ആദ്യം വെച്ച ഡേറ്റ് മാറ്റി രണ്ടാമത്തെ ഡേറ്റിലേക്ക് ഫിക്സ് ചെയ്തത് ക്യാമ്പയിൻ ഉദ്ഘാടനമാക്കി മാറ്റി എന്നതാണ്. ഒരിക്കലും ശരിയായില്ല. അതിൻ്റെ പ്രതിഫലനമാണ് അവർക്ക് കിട്ടിയത്. അതുൾപ്പെടെ അപ്പോൾ വീടിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അവിടെ അപ്പോഴും ഒരു ആ ജനതയ്ക്ക് ഇത് തിരിച്ചറിയാം. അതുകൊണ്ട് ആ പ്രതികരണം ഉണ്ടായി. ഇത് ആ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലുമൊക്കെ. അപ്പോഴും ഈ കോൺഗ്രസ് വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞു. ഇപ്പോൾ UDFൻ്റെ സർക്കാർ വന്നു. സർക്കാർ വെക്കുന്ന പോലെ അത്ര എളുപ്പമല്ലെന്നൊക്കെ അറിയാം. ലീഗും പക്ഷേ വീട് വെച്ച് നൽകി. ഈ കോൺഗ്രസിൻ്റെ ആ ഒരു വാഗ്ദാനം എന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു ഉറപ്പ് പറയാൻ കഴിയും? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓർമ്മപ്പെടുത്തിയത് സന്തോഷം രേഖപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞത് ഒന്ന്, സർക്കാരിൻ്റെ പദ്ധതിയും കോൺഗ്രസ് പദ്ധതിയും രണ്ടാണ്. സർക്കാർ പദ്ധതിയിലെ ഭാഗമായി നിന്നവരാണ് ഞങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും. ഞാൻ CMDRFലേക്ക് എൻ്റെ ഒരു മാസത്തെ ശമ്പളം കൊടുത്തു. കോൺഗ്രസ് MLA മാർ കൊടുത്തിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടുണ്ട്, ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ UDF MLA മാർ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇടപെട്ടാണ്, KC വേണുഗോപാൽ ഫോളോ ചെയ്തതാണ് കർണാടക ഗവൺമെൻറ് 20 കോടി കൊടുക്കുന്നത്. 100 വീടിൻ്റെ കാശാണ് കൊടുക്കും. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ഇപ്പോൾ കുടുംബശ്രീ പ്രവർത്തകർ 20 കോടി കൊടുക്കും. അങ്ങനെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളുടെ പിൻബലം ഈ കാര്യത്തിലുണ്ടായി. സർക്കാർ ലിസ്റ്റിൽ പെടാത്ത ആളുകൾക്കുള്ള പദ്ധതിയാണ്. ആദ്യത്തെ 8 മാസം ഞങ്ങൾ സർക്കാരിനെ കാത്തുക. സർക്കാർ തീരുമാനം വന്നു, മുഖ്യമന്ത്രി യോഗം വിളിച്ചു. ആ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചു, സ്ഥലം നിങ്ങൾ തന്നാൽ വീട് ഞങ്ങൾക്കുണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ ചോദിച്ചു, KCBCയുടെ പ്രതിനിധികൾ ചോദിച്ചു, മറ്റുള്ളവർ ചോദിച്ചു, CMൻ്റെ മീറ്റിംഗ്, ഞാനും പങ്കെടുത്ത മീറ്റിംഗ്, സ്ഥലം MLA എന്നായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ വീട് നിർമ്മിക്കും, നിങ്ങൾക്ക് കാശ് നൽകാം. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു, സർക്കാരിന് ഒരു യൂണിറ്റിന് കാശ് നിശ്ചയിക്കുന്നത് 30 ലക്ഷം, അതിൽ 20 ലക്ഷം സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് അങ്ങനെ മുന്നോട്ട് പോകേണ്ട കാര്യമല്ല, നമുക്ക് സർക്കാർ ഭൂമി തരുന്നില്ല എങ്കിൽ നമുക്ക് ഭൂമി ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം, സ്വന്തം പ്രോജക്റ്റ് നമുക്ക് നടപ്പിലാക്കാം. ഞങ്ങൾ ഒരുപാട് അവിടെ വയനാട്ടിലെ സ്ഥലത്തിൻ്റെ ഒരു സീരിയസ് ആയ പ്രശ്നം തോട്ടം മേഖലയാണ്. അവിടെ പിന്നെ ലീസിൻ്റെ ഭൂമിയുണ്ട്, തോട്ടത്തിൻ്റെ ഭൂമിയുണ്ട്,
വനവുമായി ചേർന്ന് നിൽക്കുന്ന കോംപ്ലിക്കേറ്റഡ് ഭൂമി നിരവധിയായിട്ടുള്ള ലാൻഡ് ഇഷ്യൂ പ്രധാന പ്രശ്നമാണ്. കൽപ്പറ്റയിലെ കലക്ട്രേറ്റ് തോട്ടഭൂമിയിലാണ്, SP ഓഫീസ് തോട്ടഭൂമിയിലാണ്, അവിടെയുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളൊക്കെ തോട്ടഭൂമിയിലാണ്. തോട്ടഭൂമി അല്ലാത്തതായ ഭൂമികൾ കുറവാണ്. അപ്പോൾ ഭവന പദ്ധതിക്ക് ഒരു ലേ ഔട്ട് ഉണ്ടാക്കി പെർമിഷൻ കിട്ടാൻ അത്ര എളുപ്പമല്ല. ഞങ്ങൾ അവസാനം ഒരു 3 ഭൂമി ഐഡൻറ്റിഫൈ ചെയ്തു, ചർച്ച നടത്തി, തീരുമാനമെടുത്ത്, വില തീരുമാനിച്ചു. അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് അപ്പോഴത്തേക്ക് ലീഗിൻ്റെ സ്ഥലം ലീഗ് ഐഡൻറ്റിഫൈ ചെയ്തു. ആ സമയം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ സ്ഥലം കണ്ടു. ലീഗിൻ്റെ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിടത്തേക്ക് CPMൻ്റെ മാർച്ചും ബഹളും തുടങ്ങി. വില കൂടുതൽ വാങ്ങി, തോട്ടഭൂമിയാണ്, മറ്റേത് മറിച്ചെന്ന് പറഞ്ഞാൽ ഇവർ പ്രചരണ ജാഥയും മാർച്ചും ബഹളും തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ ലാൻഡ് ബോർഡിന് കത്തെഴുതി. ഈ ലാൻഡുകൾ കോൺഗ്രസ് വാങ്ങുന്ന ഈ ലാൻഡുകൾക്ക് വല്ല നിയമപരമായ വല്ല പ്രശ്നങ്ങളുണ്ടോ, ഭവന പദ്ധതിക്ക് വേണ്ടി വാങ്ങുക. അങ്ങനെ അവർ കുറച്ച് ദിവസം എടുത്തതിന് ശേഷം അവർ മറുപടി പറഞ്ഞു, ഇതുവരെ പരിശോധിച്ച രേഖ വെച്ച് ഈ ലാൻഡിന് കുഴപ്പമൊന്നുമില്ല. അപ്പോഴും ലീഗിൻ്റെ ലാൻഡിൻ്റെ ഇഷ്യൂ കത്തിക്കയറി നിൽക്കുകയാണ്. ഞാൻ രണ്ടാമതും കത്തെഴുതി, ഇതുവരെ പരിശോധിച്ചതിൽ എന്നുള്ളത് പറ്റില്ല, നിശ്ചയമായും ഈ ലാൻഡിന് പ്രശ്നമുണ്ടോ എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കുറേ സമയം ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അവസാനം അവർ പറഞ്ഞു, 1970കളിൽ രചനാമ്മാൾ എന്ന് പറയുന്ന ഒരു ലേഡിയുമായി ബന്ധപ്പെട്ട മിച്ചഭൂമി കേസ് നിലനിൽക്കുന്ന ഭൂമിയാണ് ഈ ഭൂമി, ഈ ഭൂമി പറ്റില്ല. അങ്ങനെ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്യുക. പുതിയ ലാൻഡ് കണ്ടെത്താനുള്ള ഓട്ടം പിന്നെ ആരംഭിക്കുക. ആ ഓട്ടം ഞങ്ങൾ 10-32 ലാൻഡുകൾ നോക്കി, ഡോക്യുമെൻറ്റിൻ്റെ പരിശോധന, ലീഗൽ പരിശോധന, റവന്യൂ പരിശോധന, ലാൻഡ് ബോർഡ് പരിശോധന, ഇതൊക്കെ നടത്തുകയാണ്. എത്ര സമയമെടുത്ത് ലാൻഡ് കിട്ടാൻ. അങ്ങനെയാണ് അവസാനം ഇപ്പോൾ ഉള്ള കുന്നംപറ്റ ലാൻഡ് പാർഷ്യലായി ആദ്യത്തെ phase 1 ആയിട്ട് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ചെയ്ത് ആ ലാൻഡ് ഞങ്ങൾ ആദ്യത്തെ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടന്നു. ആ രജിസ്ട്രേഷന് ശേഷം സെക്കൻഡ് ഭൂമിയുടെ അഡ്വാൻസ് ഞങ്ങൾ കൊടുത്തു. ആ ഭൂമി ഞങ്ങൾ ഉദ്ഘാടനം നടത്തി മുന്നോട്ട് പോയ സമയത്താണ് ലേ ഔട്ടിന് വേണ്ടി ഞങ്ങൾ ഏജൻസീസിന് മുഴുവൻ തീരുമാനിച്ചു. ലീഗിൻ്റെ ഭവന പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത നിർമ്മാണം നല്ല ഹൈ ക്വാളിറ്റി നിർമ്മാണമാണ്, സ്പീഡുണ്ട്, കപ്പാസിറ്റിയുണ്ട്, അവരെ ചുമതലപ്പെടുത്തി. ലേ ഔട്ട് ആൻഡ് ഡിസൈനിങ്ങിന് ഞങ്ങൾ മലബാർ മേഖലയിലെ ഏറ്റവും നല്ല ടീമുകളിൽപ്പെട്ട ഒരു ടീമാണ് നമ്മുടെ വിനോദ് സിറിയക്കിൻ്റെ എർത്ത് എന്ന് പറഞ്ഞ ഗുഡ് എർത്ത് എന്ന് പറഞ്ഞ ടീം. അപ്പോൾ അവരെ ചുമതലപ്പെടുത്തി. PMC തീരുമാനിച്ചു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മീറ്റിംഗ് വിളിച്ചു. അപ്പോഴാണ് ഞങ്ങൾ വഴിയുടെ ഒരു ചെറിയ പ്രശ്നം വന്നത്. ആ വഴി, ഈ ടോട്ടൽ ലാൻഡിലേക്കുള്ളതായിരിക്കുന്ന വഴി 5 മീറ്റർ വേണം. അതിൽ ചെറിയ ഒരു കുറവ് ഒരു ചെറിയ 1-2 സ്ഥലത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭരണത്തിന് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടില്ല, ഇടതുപക്ഷ ഭരണത്തിന് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടില്ല. ഞങ്ങളതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തു. ആ സമയത്ത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, രജിസ്റ്റർ ചെയ്തതായിരിക്കുന്ന ഭൂമി നിലവിലുള്ളതായിരിക്കുന്ന വഴിക്കനുസരിച്ചാക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടാമത് KPC പ്രസിഡൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ നിന്ന് ഒരു പാർട്ട് ബ്ലോക്ക് പ്രസിഡൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് KPC പ്രസിഡന്റ് അവിടെ വന്നു, കൽപ്പറ്റ രജിസ്ട്രേഷൻ ഓഫീസിൽ വന്നു, രജിസ്ട്രേഷൻ നടത്തി. ആ ഭൂമിയുടെ ലേഔട്ട് ഡിസൈൻ ഞങ്ങൾ പാർഷ്യൽ ലേഔട്ട് ഞങ്ങളിപ്പോൾ കൊടുത്തു. അതിൻ്റെ കറക്ഷൻ നോട്ടീസ് വന്നു, കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഞങ്ങൾക്ക് ഈ ഒരു ചുരുങ്ങിയ ദിവസത്തിനകം ഞങ്ങൾക്കതിൻ്റെ സർക്കാർ വന്നല്ലോ, പ്രശ്നങ്ങൾ വരില്ല, ഞങ്ങൾക്ക് അതിലേക്ക് പൂർത്തിയാക്കാൻ കഴിയും, കൊണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെ പെർമിഷൻ കിട്ടാൻ പോവുക. പാർഷ്യൽ ലേഔട്ട് ഞങ്ങൾ കൊടുത്തതിൻ്റെ പെർമിഷൻ ഞങ്ങൾക്ക് ദിവസങ്ങൾക്കകം കിട്ടാൻ പോവുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിണറിൻ്റെ വർക്ക് ഞങ്ങളത് പൂർത്തിയായി. 20 ഫീറ്റ് ഡയമീറ്റർ ഉള്ളതായിരിക്കുന്ന വലിയ കിണർ, അവിടെ പ്രോജക്റ്റിന് ആവശ്യമുള്ള മുഴുവൻ വെള്ളവും കിട്ടത്തക്കരിയുള്ള കംപ്ലീറ്റ് ആയി. ഇനി ഭവന നിർമ്മാണം ഉടനെ ആരംഭിക്കുന്നത് ഈ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കും. ഇനി
കോൺഗ്രസ് പിരിച്ച തുക അതിന് കണക്ക് KPC പ്രസിഡന്റ് കൃത്യമായിട്ട് പറഞ്ഞു. എന്താ ഇവർ പ്രചരണം? ശവം തൂക്കുക. അല്ല, അതല്ല അതിൻ്റെ ഒരു അവിടെ നിൽക്കട്ടെ. അത് കണക്കിൻ്റെ KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തടസ്സങ്ങളെല്ലാം നീങ്ങിയല്ലോ, സ്വാഭാവികമായിട്ടും സർക്കാരാണ്, സർക്കാരിന് എന്ത് തരത്തിലും മുന്നേറാം. ആ തടസ്സങ്ങൾ നീക്കിയ സ്ഥിതിക്ക് എന്നത്തോടുകൂടി നമുക്കത് ഒരു പൂർത്തിയാക്കാൻ കഴിയുന്നത് ഏകദേശം പറയാം. വളരെ വേഗത്തിൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ലീഗിൻ്റെ വീടുകൾ നിർമ്മിച്ച സമാനമായ കമ്പനി നിർമ്മാൺ, അവരും ടോണിപ്പം ഡിസൈനിങ്, ഞങ്ങളത് വീടിൻ്റെ ഡിസൈനിങ് ആയി. ഞങ്ങളത് 3, സർക്കാരിൻ്റെത് 2 മുറിയാണ്, ഞങ്ങളത് 1100 സ്ക്വയർ ഫീറ്റാണ്, 8 സെൻറ്റാണ്. മാത്രമല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ക്രമീകരണം വന്നിട്ടുള്ളത്. 3 റൂം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും 6 മാസത്തിനപ്പുറം പോകില്ല. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിച്ച 6 മാസത്തിനകം വീട് നൽകാൻ കഴിയും. ആദ്യത്തെ ഫസ്റ്റ് ഫേസ് നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റും.